എന്റെ ലോട്ടറിയുടെ കച്ചവടം എല്ലാം നന്നായിട്ട് പോണേ. എടുക്കുന്നതിന് 100 രൂപ കാശ് അടിച്ചില്ലേലും എന്റെ കാര്യങ്ങളെല്ലാം നല്ലതാക്കി തരണേ ഭഗവാനേ. ഇക്ക സംക്രാന്തിയിൽ ഒരു തട്ടിട്ട് തരാൻ പറഞ്ഞപ്പോ തട്ടിട്ടാ പോലും ഒരു മൈൻഡ് കേട്ടോ. കുറെ പൈസ തരാനുണ്ട്, അത് പോട്ടെ. അടുപ്പം വെച്ച് പറയുന്നില്ല, ഐശ്വര്യമായിട്ട് അങ്ങ് തുടങ്ങിയേക്കാം. നാളെയാണ് പറഞ്ഞ പോലെ EMI അടക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് നാളെയാണ്. ഒറ്റ ഒരെണ്ണം വിറ്റ് പോയിട്ടില്ല. ആരേലും വന്നായിരുന്നു പിടിച്ചേൽപ്പിക്കായിരുന്നു. ഇപ്പൊ ആരിപ്പോ അമ്പലത്തിന്റെ പ്രസിഡന്റ് വരുന്നുണ്ട്, കൊടുക്കാം. പ്രസിഡന്റ് എന്തുണ്ട്? സഹായിക്കണം, ഒന്ന് എടുക്കണേ. ആഗ്രഹമില്ലാത്തോണ്ടല്ല, ഇവിടെ CCTV ക്യാമറയുണ്ട്. ഒന്ന് അങ്ങോട്ട് വന്നിരുന്നെങ്കിൽ 2 കൈയിലോട്ട് 7 കറക്ക് ഇറക്കി ഞാൻ ഭദ്രമായിട്ട് താഴെ വെച്ചേനെ. ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നതിന് എന്തിനാ ഇത്ര വലിയ ഡയലോഗ്? ലോട്ടറിയാ? ഒരു ലോട്ടറി ടിക്കറ്റ് ഒന്നാക്കണ എന്തിന്? അപ്പൊ 2 എടുക്കല്ലേ? 2 ആക്കുന്ന എന്തിന്? മൊത്തം എടുത്തോ. എന്റെ ഭഗവാനെ, ഇന്ന് കണി കണ്ടേ, ഞാൻ നാളെയും കണി കാണണേ. ഈ മൊത്തം സാധനം എടുക്കുമ്പോഴേ ഈ ലോട്ടറി തട്ടും, താഴെ ഇരിക്കണ ബീങ്ങപ്പെട്ടി, ഇടി വീഴുന്ന കസേര, റോഡിന്റെ അപ്പുറത്തൊരു ഒഴിഞ്ഞ കോണ് കണ്ട, അവിടെ കൊണ്ടിട്ട് കത്തിക്കേ പറപ്പിച്ച് കളയേ ചെയ്യും. അതെന്തൊരു വർത്തമാനോ പ്രസിഡന്റ്? അതെന്തൊരു വർത്തമാനാ? തറവാട പുതുക്കി നീ തന്നാ? നിങ്ങളുടെ തറവാട് പുതുക്കിയ ഞാൻ എന്തിനാ പൈസ നിങ്ങളുടെ കുടുംബക്കാരോട് പോയി ചോദിക്കണം. എന്റെ തറവാട് പുതുക്കിയെന്ന്? ഇടേ, അമ്പലത്തിലെ തറവാടൊക്കെ പുതുക്കി എല്ലാ കടക്കാരും തന്നു, നീ തന്നോ? തരും. അതല്ല, പ്രസിഡന്റ് എന്റെ വീട്ടിലെ അവസ്ഥയൊക്കെ അറിയാമല്ലോ. 5-6 ദിവസമായി വീട്ടിലെ അടുപ്പ് പോഞ്ഞിട്ട്. നിങ്ങളപ്പോ ആഹാരമൊക്കെ എങ്ങനെ കഴിക്കും? സ്വിഗ്ഗി ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കും. ഈ കച്ചവടമൊക്കെ കഴിഞ്ഞിട്ട് അടുപ്പിൽ കിടന്ന് ഊതാനായിട്ട് ഒന്ന് എടുക്ക. ഇത് എടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഇതിന് ഒരു 5000 അല്ലെ 10000 രൂപ അടിച്ചിരിക്കും. അടിച്ചില്ലെങ്കിൽ പ്രസിഡന്റ് 40 രൂപ പോയെന്ന്. അതാണ് പ്രശ്നം. ഇതുകൊണ്ടാണ് ഞാൻ ലോട്ടറി എടുക്കാത്തത്. നീ ഇപ്പൊ ഒന്നാമത് അടുത്ത മാസം ഉത്സവമാണ്. ഉത്സവം വന്ന് എന്റെ മണ്ടേ കയറി ഇരിക്കുകയാണ്. ആകെ ടെൻഷൻ അടിച്ചിട്ട് അടുത്ത മാസം നമ്മുടെ ഉത്സവം. വടക്കേക്കരക്കാർ ഉത്സവം നടത്തിയപ്പോ എന്തോ ആളായിരുന്നു അറിയാമോ? ആള് കൂടും. അവരവിടെ സെലിബ്രിറ്റി സിനിമാ നടന്മാരെയാണ് ഇറക്കിയത്. ഈ പ്രാവശ്യത്തെ ഉത്സവത്തിന് ഞങ്ങൾ കമ്മിറ്റിക്കാർ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്തുവാ? സെലിബ്രിറ്റി ഇറക്കും, സിനിമാ നടന്മാരെ ഇറക്കാനുള്ള തീരുമാനം ഉണ്ട്. ആണോ? അങ്ങനെയാണെങ്കിൽ അല്ലു അർജുനെ വിളിക്കോ? അതാര്? അല്ലു അർജുൻ. എന്റെ ദൈവമേ, അല്ലു അർജുൻ അറിഞ്ഞൂടെ? ഒരുപാട് ഫാൻസ് ഉള്ള ആളാണ്. ഒരുപാട് ഫാൻസ്. പിന്നെ അല്ലു അർജുൻ ഇച്ചിരി റേറ്റ് ഒക്കെ കൂടുതലാകും. അല്ലു അർജുൻ വരികയാണെങ്കിൽ അല്ലു അർജുന്റെ കംപ്ലീറ്റ് പൈസ ഞാൻ ഇറക്കും. സത്യം? ഞാൻ സ്പോൺസർ. അല്ല, പൈസ ഇച്ചിരി തോനെ ആവും പ്രസിഡന്റ്. 2 രൂപ അങ്ങോട്ട് ഇറക്കും വീശി. 2 കോടിക്കൊക്കെ അല്ലു അർജുൻ വരും. 2 കോടിയാ? കേട്ടിട്ട് തന്നെ തല ഇറങ്ങിട്ട് വയ്യ. ഞാൻ 20,000 രൂപയാണ് പറഞ്ഞത്. 20,000 രൂപ അല്ലു അർജുൻ വരും. അല്ലു അർജുൻ വരും. ഞാനിപ്പോ അല്ലു അർജുനെ കളിയാക്കിയത് പോലെ അല്ലേ? അല്ലു അർജുൻ 20,000 രൂപയ്ക്കൊന്നും വരൂല. മുക്കിളിരായന്റെ ഓട്ടം കൂടെ വിട്ടു കൊടുത്താലോ? 20,000 രൂപയ്ക്ക് അല്ലു അർജുൻ വരത്തില്ലായിരുന്നു. പക്ഷെ മുക്കിളിരായന്റെ ഓട്ടം ഉള്ളതുകൊണ്ട് എന്തായാലും അല്ലു അർജുൻ വരും. എന്റെ ദൈവമേ, കഴിഞ്ഞ പ്രാവശ്യത്തെ ഗാനമേള സൂപ്പർ ആയിരുന്നു. What's your name? Basundhara. Bhagirega. Your name? Ponnamma. Oh, that's an old name. Why don't you put some latest names? Okay, I'll call you Ponnu. Okay. Your name? Nancy. Oh, nice. Adirikate. What is your name? My name is Satyashilan. You call me Satya. Okay. Okay. സത്യത്തിൽ ഞാൻ മനസ്സറിഞ്ഞ് എനിക്ക് നേരെ ഒന്ന് ചുംബിക്കാൻ പറ്റിയിട്ടില്ല. സത്യം. ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു വിഷയങ്ങളാണ്. അതെന്താണ് കാര്യം? സംഭവം വേറെ ഒന്നുമില്ല. റൂമിനകത്ത് കയറും ചുംബിക്കാനായിട്ട് ചെല്ലും. ഈ ചകിരിധാരൻ എന്റെ മൂക്കിനകത്ത് കയറി പോകും. ഞാൻ തൊമ്മേ എന്റെ ഇടപാട് തെറ്റി പിറ്റേ ദിവസം ഇങ്ങനെ അമ്മ എന്നോട് ചോദിക്കാണ്, അടി പിന്നെ എനിക്ക് രാത്രിയിൽ മൂക്കുപിടി ഒലി ഉണ്ടാകുന്നു. ഇതെല്ലാം കേൾക്കണ ഞാൻ വല്ല പൂസലും ഉണ്ടാകുന്ന വെച്ചാൽ ഇങ്ങനെ നോക്കിയാണ്. എന്തു പറ്റി? മാമൻ പറഞ്ഞ ഇടിയും മിന്നലും മഴയും വരണ എല്ലാം ഊരിയിട്ടിട്ട് കിടക്കാൻ. അയ്യോ, നിങ്ങൾ തുണി ഊരിയിട്ടിട്ട് കിടക്കാനല്ല പറഞ്ഞ, ഫ്രിഡ്ജിന്റെ ടിവിയുടെ ഒക്കെ കണക്ഷൻ ഊരിയിട്ടിട്ട് കിടക്കാനാ പറഞ്ഞ. പിന്നെ നമ്മൾ ആദ്യ രാത്രിയല്ലേ ഇന്ന്? ഞാൻ ഇവിടം വെച്ചൊരു സാധനം കാണിക്കട്ടാ? ചേട്ടന് ഇഷ്ടാണെങ്കിൽ കാണിക്ക. ഇനി ഗുഹയ്ക്കകത്തൂടെ പോണ ട്രെയിനുണ്ട്. ഗുഹ 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 ഗുഹ. ഈ ട്രെയിൻ എവിടെ പോണെന്ന് പറഞ്ഞ? കാസർഗോഡ്. 1 വർഷം എടുത്താലും ഇത് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. പ്ലെയിനും കൂടി വിടാത്തെന്ത്? പ്ലെയിൻ അറിഞ്ഞൂടാ, പഠിച്ചിട്ട് നാളെ കാണിച്ചു തരാം.